സത്യാഗ്രഹം മുൻ MP എ സമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. NCPS ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ സതീഷ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. റിട്ടയർഡ് ബാങ്ക് ജീവനക്കാരുടെ പെൻഷൻ കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കുവാനും ആരോഗ്യ ഇൻഷുറൻസ് തുക സർക്കാർ തന്നെ അടയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പെൻഷനിൽ ഉണ്ടാകേണ്ട വർധനവ് കാലാകാലങ്ങളിൽ സമയക്രമം അനുസരിച്ച് ചെയ്യേണ്ടത് ഓരോ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്ന ഏക മേഖല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആയിരക്കണക്കിനായ ഉദ്യോഗസ്ഥരോടുള്ള അനീതിയായിട്ടാണ് കാണുന്നത്. ഇത് പറയുവാൻ കാരണം ഏറ്റവും അവസാനമായി അറിയാൻ കഴിഞ്ഞത് ഫിനാൻസ് ബില്ലിലൂടെ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിൽ ശമ്പള വർധനവ് നടപ്പിലാക്കുന്നതിൽ കേന്ദ്ര ഗവൺമെന്റിനുള്ള അധികാരം പോലെ തന്നെ പെൻഷന്റെ കാര്യത്തിലും കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുക്കാമെന്ന ആ ബില്ലിലൂടെ വ്യവസ്ഥ ചെയ്ത ഒരു നിയമ വ്യവസ്ഥയാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജോയിന്റ് ഫോറം ഫോർ ബാങ്ക് റിട്ടേഴ്സ് ഭാരവാഹികളായ രാധാകൃഷ്ണൻ പുഞ്ചേരി, ഫിലിപ്പ് കോശി, ആർ ഗിരീഷ് കുമാർ, ശ്രീകുമാർ എസ്, PV ജോസ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ECB ന്യൂസ്, തിരുവനന്തപുരം. സംഘടിപ്പിക്കുമ്പോൾ അറിയണം, ഇത് ഇന്ത്യയിലെമ്പാടുമുള്ള ബാങ്ക് ജീവനക്കാരായിരുന്നവർ, റിട്ടയർ ചെയ്തവർക്ക് വേണ്ടി നിങ്ങൾ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഒരു സമരത്തിന്റെ ഭാഗമാണ് എന്നുള്ളത്. ഇങ്ങനെ പല കാര്യങ്ങളും പറയാൻ, അത് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ ആളുണ്ടാവുക എന്നുള്ളത്, അതൊക്കെ തന്നെ വലിയ കാര്യങ്ങളാണ്. നിങ്ങൾ എത്ര പേര് പങ്കെടുത്തു, എത്ര പേർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല വിഷയം. നിങ്ങളുടെ ഐക്യമാണ് നിങ്ങളിവിടെ പ്രകടിപ്പിക്കുന്നത്. നിങ്ങൾ വിവിധ ബാങ്കുകളിൽ ജോലി ചെയ്തിരുന്നവരാണ്. നിങ്ങളുടെ സംഘടനകൾ പലതായിരുന്നതാണ്. നിങ്ങൾ ജോലി ചെയ്തിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കസേരകളിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം അത് പല കൊടികളിൽ പല പേരുകളിലൊക്കെ ആയിരുന്ന അങ്ങനെയെല്ലാം ചെയ്യുമ്പോഴും നിങ്ങൾ പരസ്പരം ഉള്ളറിഞ്ഞവരാണ്. തൊട്ടടുത്തിരിക്കുന്നയാളിന്റെ വേദന എന്റെ വേദനയും, മറ്റൊരാളുടെ സന്തോഷം ആ സന്തോഷം അത് പെരുപ്പിക്കൽ അത് എന്റെ ചുമതലയുമായി കണ്ടതാണ്. ഇത് ബാങ്കിലെ ജീവനക്കാർ അത്തരത്തിൽ ഈ നാട്ടിൽ നമ്മുടെ ബാങ്കിംഗ് മേഖല, ഇൻഷുറൻസ് മേഖലയെല്ലാം അത്തരത്തിൽ വളർത്തിക്കൊണ്ടുവന്നവർ, അവരിങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഇത് രാജ്ഭവനാണല്ലോ. ആ രാജ്ഭവന്റെ എല്ലാ ചെലവുകളും കേരള സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ളതല്ലേ. നിങ്ങളും ഞാനും അടക്കുന്ന നികുതി പണത്തിൽ നിന്നാണല്ലോ ഗവർണർ കുടിക്കുന്ന ചായ, ഗവർണറുടെ ഡ്രൈവർ ഉടുക്കുന്ന ഡ്രസ്സ്, ഗവർണറുടേതായിട്ടുള്ള അവിടെ വെച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അവിടെ നടക്കുന്നത് ഏതാ, അവിടെ ഈ ചെടിക്കൊഴിക്കുന്ന വെള്ളമായാലും അതിനിടുന്നതായിട്ടുള്ള വളമായിരുന്നാലും ഇതെല്ലാം നമ്മുടെ പണം തന്നെയാണ്. മറ്റ് ബഹുമാന്യരെ, ബാങ്കുകളിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള നിങ്ങൾ തികച്ചും ന്യായമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരരംഗത്ത് കടന്നു വന്നിരിക്കുന്നത്. ഈ ആവശ്യങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി ഞാൻ പ്രതിപാദിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ന്യായമായ പെൻഷൻ പരിഷ്കരണം. RBI നടപ്പിലാക്കിയ പെൻഷൻ സ്കീം മറ്റുള്ളവർക്കും കൂടി നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഇവിടെ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ പെൻഷൻ ഫണ്ട് Joint Farmers Bank Secretary Sindabad.
ജോയിന്റ് ഫോർവേഡ് സെക്രട്ടറി സിന്ദാബാദ്, ജൂലൈ 19 സിന്ദാബാദ്, രാജ്ഭവൻ ധർണ സിന്ദാബാദ്, പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, ബാങ്ക് പെൻഷനേഴ്സ് ഐക്യം സിന്ദാബാദ്, ഐക്യം ഐക്യം നമ്മുടെ ശക്തി, ഐക്യം നമ്മുടെ ശക്തി, സമരം സമരം നമ്മുടെ മാർഗം, വിജയം നമ്മുടെ അന്തിമ ലക്ഷ്യം, ഐക്യമെന്നാൽ സമരൈക്യം, സമരമെന്നാൽ വർഗസമരം, വർഗസമര പാതയിലൂടെ ബാങ്കിംഗ് മേഖല പെൻഷൻകാർ ഒരുമിച്ചൊന്നായി മുന്നോട്ട്, ഒരുമിച്ചൊന്നായി മുന്നോട്ട്. ഭാരത നാട്ടിൻ സമ്പദ്ഘടന, ഭാരത നാട്ടിൻ സമ്പദ്ഘടന സംരക്ഷിച്ചൊരു ബാങ്കുകളെ, കട്ടുമുടിച്ചും വിറ്റു തുലയ്ക്കും, തകർത്തെറിയാൻ നോക്കുമ്പോൾ ചെറുത്തുനിൽപ്പിൻ മന്ത്രവുമായി പോരാട്ടത്തിൻ കാഹളമൂതി തിരുവോരത്ത് വരുന്നു ഞങ്ങൾ, വിരമിച്ചിട്ടും ജീവിക്കാനായി, ഒരുങ്ങിയിടുന്ന പെൻഷൻകാർ, പതിറ്റാണ്ടുകളുടെ സേവനകാലം, ബാങ്കിനുള്ളിൽ ഹോമിച്ചെന്നാൽ, വിരമിച്ചതിന് ശേഷം കാലം, തിരിഞ്ഞു നോക്കിൽ ഒരു ബാങ്കും, ഔദാര്യമായിട്ടൊരു പെൻഷൻ, വർദ്ധനയില്ല പിന്നൊരു നാളും, ബാങ്കിംഗ് മേഖല ജീവനക്കാരുടെ പെൻഷൻ മാത്രം ഉയരുന്നില്ല. രോഗം മാറും കാലം മാറും, ജീവിത രേഖകളെല്ലാം മാറും, ബാങ്കിംഗുകാരുടെ പെൻഷൻ മാത്രം മാറാൻ ഇവിടെ ഇടമില്ല. ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ വാർഷിക ദിനമായിട്ടുള്ള ഇന്ന് ആ ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഭാഗമായി ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ബാങ്കുകളിൽ ജോലിയെടുത്ത് പ്രായപരിധിയുടെ അടിസ്ഥാനത്തിൽ പെൻഷനായ ജോയിന്റ് ഫോറം ഓഫ് ബാങ്ക് റിട്ടയേർഡ്സ് കേരളയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ പി തോമസ്, ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ശ്രീ ഫിലിപ്പ് കോശി, ശ്രീ പി ജോസ്, ശ്രീ എം സുരേഷ് അടക്കമുള്ള വേദിയിലുള്ള നേതാക്കന്മാരെ, ഈ സമരത്തിൻ്റെ ഊർജമായി ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, നിങ്ങളീ നടത്തുന്ന സമരത്തിന് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അഭിവാദ്യം അർപ്പിച്ച്, ധാർമ്മികമായിട്ടുള്ള പിന്തുണ അർപ്പിച്ച്, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധമായിട്ടുള്ള പിന്തുണയും നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചുരുങ്ങിയ സമയം നിങ്ങളെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എന്നെ ഈ ചടങ്ങിനെ ക്ഷണിക്കുമ്പോൾ, ഈ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ, സാധാരണഗതിയിൽ ഞങ്ങൾ പലതരത്തിലുള്ള സമരങ്ങൾക്ക് ഭാഗവാക്കാകാനും നേതൃത്വം കൊടുക്കാനും പങ്കാളിയാകാനുമുള്ള അവസരം ലഭിക്കുന്ന ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തകരും അതേപോലെ തന്നെ ജനപ്രതിനിധികളും. അപ്പോൾ ഞാനേ ആലോചിച്ചു, ഈ സർവീസ് പെൻഷനേഴ്സിന്റെ സമരങ്ങൾ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്.
ആ സർവീസ് പെൻഷനേഴ്സ് സമരം നടത്തുന്നതിന് വേണ്ടി അവരുടേതായിട്ടുള്ള ചില മുദ്രാവാക്യങ്ങൾ അവർ മുന്നോട്ട് വെച്ച് സമരം നടത്താറുണ്ട്. പക്ഷെ അപൂർവമായി ഞാൻ കേട്ടിട്ടുള്ള ഒരു സമരമാണ് നമ്മുടെ ദേശസാൽകൃത ബാങ്കുകളിൽ നിന്ന് ജോലി ചെയ്ത് റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ സമരരംഗത്തേക്ക് വരേണ്ട സാഹചര്യവും ഈ രാജ്യത്ത് പോലെ അളന്നില്ല, കണക്കു തെറ്റി. നോക്കി ചാക്കോച്ചന്റെ മൂക്കത്തത ജോണച്ചന്റെ ഊക്കുകൂടം പുഴുവന്നു ചെന്നിരിക്കുന്നു. ഞാന് ആ മഹതിയെക്കുറിച്ച് പറയാനാണ് ഇതിവിടെ വായിച്ചത്. കാരണം 1963 ഇന്നേ ദിവസമാണ് അണി മസ്ക്രീൻ നിര്യാതയായി. തീരുന്നില്ല. ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാകുന്ന കാലത്ത് 3 മലയാളികളായ വനിതകൾ, അതിൽ മറ്റൊരാള് ദാക്ഷായണി വേലായുധനാണ്, എറണാകുളം ജില്ലക്കാരിയാണ്. ആദ്യമായി മലയാളക്കരയിൽ നിന്ന് ബിരുദധാരിയായ ദളിതയായ പെൺകുട്ടിയാണ്. അവരുടെ വിവാഹം നടക്കുന്നത് സബർമതി ആശ്രമത്തിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന ആ സ്ത്രീയുടെ വിവാഹം നടത്തിക്കുന്നത് സാക്ഷാൽ കസ്തൂർബ ഗാന്ധിയാണ്. കസ്തൂർബ ഗാന്ധി സ്വന്തം കൈകൊണ്ട് നെയ്തെടുത്ത ഖദർ നൂല് കൊണ്ട് അതിൽ സൃഷ്ടിച്ചതായിട്ടുള്ള സാരിയാണ് ആ യുവതി നവോഢ അണിഞ്ഞിരുന്നത്. മൂന്നാമതൊരു മലയാളിയും പാലക്കാട്ടുകാരൻ സ്വാമിനാഥന്റെ മകളായ അമ്മു സ്വാമിനാഥൻ എന്നാണ് അവരുടെ പേര്. അമ്മു സ്വാമിനാഥന്റെ മകൾ, പാലക്കാട്ടുകാരൻ സ്വാമിനാഥന്റെ പത്നി അമ്മു സ്വാമിനാഥൻ. അവരുടെ മകളുടെ പേര് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അമ്മു സ്വാമിനാഥൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അംഗമായിരുന്നു. അമ്മു സ്വാമിനാഥൻ എങ്ങനെ അറിയപ്പെടുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലരും അറിയുക സാക്ഷാൽ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ മാതാവ് എന്ന പേരിലാണ്. ലോകത്താദ്യമായി ഒരു സ്റ്റാൻഡിംഗ് ആർമി, സ്ത്രീകൾ മാത്രമുള്ള ഒരു സ്റ്റാൻഡിംഗ് ആർമി എന്നത് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഝാൻസി റാണി റെജിമെന്റ് ആയിരുന്നു. അതിനു മുമ്പ് സ്ത്രീകൾ ആദ്യം തന്നെ അഭിവാദ്യം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ സംസാരിച്ചൊരു വ്യത്യസ്തമായൊരു മുഖമായിരിക്കും ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും ട്രേഡ് യൂണിയൻ, അതായത് വ്യവസ്ഥാപിത ട്രേഡ് യൂണിയൻ നേതാക്കളും ഒക്കെ ആയിരിക്കാം, നിങ്ങളുടെ പ്രതിനിധികളും ഒക്കെ ആയിരിക്കാം ഇത്രയും നേരം സംസാരിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു മുഖവും കാഴ്ചപ്പാടുമാണ് എന്നത്. നേരത്തെ പ്രിയപ്പെട്ട ഗിരീഷ് സാറ് സംസാരിച്ചതുപോലെ, ഇൻട്രൊഡ്യൂസ് ചെയ്തതുപോലെ, ഞാൻ സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ 35 ലക്ഷത്തിലധികം സ്ത്രീ തൊഴിലാളികൾ അംഗമായിട്ടുള്ള ഇന്ത്യയിലെ ഒരു സ്വതന്ത്ര കേന്ദ്ര ട്രേഡ് യൂണിയൻ, ഇന്ത്യയിലെ 8ാമത്തെ കേന്ദ്ര ട്രേഡ് യൂണിയനാണ് സേവയുടെ ദേശീയ വൈസ് പ്രസിഡന്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന് ബഹുമാനപ്പെട്ട ഗിരീഷ് സാറ് ഞങ്ങൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ജൂലൈ 9 നമ്മുടെ ദേശം മുഴുവൻ ജൂലൈ 9 കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ 10 കേന്ദ്ര ട്രേഡ് യൂണിയൻ സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് സംയുക്തമായി പണിമുടക്ക് ആചരിച്ച ദിവസമാണ് ബഹുമാനപ്പെട്ട സാറിനെ കണ്ട് സാർ ഈ ഒരു സമരത്തിൻ്റെ കാര്യം എന്നോട് പറയുന്നത്. നമുക്കറിയാം ജൂലൈ 9 പണിമുടക്ക് വൻ വിജയമായിരുന്നു ഒരു തരത്തിൽ തൊഴിലാളികളുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ. പക്ഷെ സർക്കാരിൻ്റെ പക്ഷത്തു നിന്ന് നോക്കുമ്പോൾ സർക്കാർ എത്ര വലിയ സമരം നടത്തിയാലും ഒരു തരത്തിലും തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഇന്നുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ്. ഇത്രയധികം സമരങ്ങൾ ജോയിന്റ് സമിതിയുടെ പേരിൽ, സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയുടെ പേരിൽ ഇന്ത്യയിൽ